ഷെലാന്റെ കല്യാണാണ്. അപ്പോൾ ഹായ് ഗൈസ്, അപ്പൊ നമ്മളിതാ ഷെലാന്റെ കല്യാണത്തിന് ഡാൻസ് കളിക്കാൻ പോവാണ്. വായോ എല്ലാരും വാ. ഞങ്ങൾ ഇത്രയും പേരുള്ളൂ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ട്. പക്ഷെ ഞങ്ങൾ എല്ലാരും കൂടെയാണ് കളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു തരാം. വായ നമുക്ക് പ്രാക്ടീസ് 0% കോൺഫിഡൻസ് 100%. ഞാനിതാ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് ഇവരെ കൂടെ കൂടുന്നത്. ഇവര് രാവിലെ ഒരു 11 മണിക്ക് തുടങ്ങിയ പ്രാക്ടീസാണ്. അവരെന്നെ പറഞ്ഞു കാര്യമായിട്ടൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല, വെറും വർത്താനം തന്നെ ആയിരുന്നു. ഞാൻ പോയിട്ടും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് 1-2 പ്രാവശ്യം ഇങ്ങനെ കളിച്ചു നോക്കി, പിന്നെ ഫുൾ വർത്താനം പറഞ്ഞിരിക്കുന്നതായിരുന്നു. പിന്നെ രാത്രി ഇനി പരിപാടി ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോകണം. അപ്പം ഇനി എന്തായാലും വീട്ടിലേക്ക് പോയിട്ടൊന്ന് മാറ്റിയിട്ട് വേണം വരാൻ. ഒരു 6 മണി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയി എല്ലാവരും. എന്നും ഞങ്ങൾ പോകുമ്പോൾ ലേറ്റ് ആവാറ് ഞാൻ തന്നെയാണ്. ഇന്നും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സ് മാറ്റി ഇറങ്ങി ഞങ്ങളെല്ലാവരും ഭയങ്കര കച്ചറയാണ്. കുറേ സമയം റൂമിലിരുന്ന് സംസാരിച്ച് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാണ് കേട്ടോ ഞങ്ങളെ ബ്രൈഡ്, ഇത് ദേവു. അപ്പം ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവിടെയുള്ള എല്ലാവരോടും ഡാൻസ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ മറന്നല്ലോ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കലിന് കുറച്ച് നേരം അവിടെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ അത് അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികൾ കളിക്കുന്ന പോലെയെങ്കിലും കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ വിചാരിച്ചിട്ടാണ് ഞങ്ങളിരിക്കണത്. അങ്ങനെ ഞങ്ങൾ ബ്രൈഡിൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ പാട്ടും ഡാൻസും ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലും ഒരു സിംഗർ ഉണ്ട്, നാജിയ. അവളുടെ അടിപൊളി പാട്ടാണ്. അപ്പോൾ അവളെ കൊണ്ട് പാടിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അപ്പം അടുത്തത് ഇനി അവളുടെ പാട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഡാൻസ്. സാധാരണ എല്ലാ ബ്രൈഡ്സിനും ടെൻഷനൊക്കെ കാണാറുണ്ട്, പക്ഷെ ഇവിടെ മൊത്തം അതൊന്നും കണ്ടില്ല. അപ്പം ഇനി ഇതാ അടുത്തത് അവളുടെ സിസ്റ്ററിൻ്റെ ഒക്കെ ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഡാൻസ്. ഞങ്ങൾ കയറുന്നവരെന്തായാലും അടിപൊളി പരിപാടി തന്നെയായിരുന്നു. ഇനി ഞങ്ങളെ ഡാൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ.
ഡാൻസ് അത്ര പെർഫെക്റ്റ് അല്ല എന്നൊക്കെ, പക്ഷെ എന്തെങ്കിലും കാണുമ്പോൾ ഇത് നല്ല രസമായിരിക്കും വിചാരിച്ചിട്ടാണ് ഇവിടെ ഇട്ടത്. പിന്നെ ഞാൻ കുറേ സമയമൊന്നും അവിടെ ഇരുന്നില്ല. എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോന്നു. പിന്നെ അവിടെ മഴയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാത്രിത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി രാവിലെയാണ്. നമ്മളിതാ സെക്കൻഡ് ഡേ നിക്കാഹിന് പോവാണ്. അപ്പോൾ നമ്മൾ ബ്രൈഡ് ഇത് അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കണ തിരക്കിലാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. 9ാം ക്ലാസ്സിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് അവരുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇതാ വീട്ടുകാരൊക്കെ സമ്മതിച്ച് അവർ രണ്ടാളും കൂടെ കല്യാണം കഴിക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ആളെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണല്ലേ. എന്തായാലും ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. 9 വർഷത്തെ പ്രണയത്തിന് ശേഷം വീട്ടുകാരുടെ ഒക്കെ സമ്മതത്തോടെ നിക്കാഹ് നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ വീട്ടിലെത്തി ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ചെക്കൻ്റെ എൻട്രി ആവാറായി. അങ്ങനെ അവരെത്തി. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീട്ടുകാരൊക്കെ സമ്മതിച്ച് നടക്കുമെന്ന് അവളും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നല്ലൊരു തുടക്കമാവട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ ഇതാ പെണ്ണിൻ്റെ എൻട്രി ആയി. നല്ല സന്തോഷമായിട്ട് രണ്ടുപേരും കൂടെ കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്കും നല്ല സന്തോഷമുണ്ട്. പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ എൻട്രിയുടെ ഇടയിൽ അവളുടെ ഉപ്പ വന്നിട്ട് കൈ കൊടുത്തപ്പോൾ അവളെ കരയൊക്കെ ചെയ്തു കേട്ടോ. ഓരോരോ സാധനങ്ങളായിട്ട് കൊടുക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കണൊക്കെ തിരക്കിലായിരുന്നു. സ്റ്റേജിൽ നിന്ന് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഞങ്ങളും ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ പോവുകയാണ്. ഇപ്പോൾ എത്ര അടിപൊളിയാണെന്ന് എനിക്കറിയാം. ഇതിനേക്കാളും അടിപൊളിയാവട്ടെ, ലൈഫ് ലോങ് എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.